നമസ്കാരം, ET മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം ആരംഭിച്ചതിന് ശേഷം നിഫ്റ്റി ഡിഫൻസ് സൂചികയിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ടോപ്പ് പെർഫോമിംഗ് സൂചികയായിട്ട് മാറാൻ വേണ്ടിയിട്ട് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 5 മാസത്തിനിടയിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 40% മുന്നേറ്റമാണ് ഈ ഒരു ഡിഫൻസ് സൂചികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ചും ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഡിഫൻസ് ഓഹരികളിലൊക്കെ നല്ലൊരു റാലി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഈ ഒരു 2025 ആരംഭിച്ചതിന് ശേഷം മെയ് വരെയുള്ള മാസത്തിൽ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള കുറച്ച് ഡിഫൻസ് ഓഹരികളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള ഓഹരികൾ തന്നെയാണ് പറയുന്നത്. എങ്കിൽ പോലും ഈ ഒരു 5 മാസത്തെ എങ്ങനെയാണ് പ്രകടനം നടത്തിയത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതിലാദ്യം ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഓഹരികളാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയെ സംബന്ധിച്ച് എക്കാലത്തെയും ഉയർന്ന ലാഭവും ഒപ്പം തന്നെ വരുമാനവും കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ളൊരു ഓർഡർ ബുക്ക് തന്നെയാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഒപ്പം ഗവൺമെൻറ് തദ്ദേശീയമായിട്ട് തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന നടപടികളും കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഒരു പ്രചോദനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി ഗാർഡൻ റീച്ചിനെ സംബന്ധിച്ച് ഓഫ്ഷോർ പ്രവർത്തനം വിപുലീകരിക്കുന്നതിൽ വലിയ തോതിൽ ഇപ്പോൾ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പുതിയ ഓഫ്ഷോർ പദ്ധതികൾക്കായിട്ട് അവർ ദുബായ് ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയുമായിട്ട് ഇപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏകദേശം അതോടൊപ്പം തന്നെ ആഗോള എഞ്ചിൻ നിർമ്മാതാക്കളുമായിട്ട് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നതിനുള്ള ഒരു നടപടിയും കമ്പനി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഓഫ്ഷോർ നിർമ്മാണ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അവർ ദുബായ് ആസ്ഥാനമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ഒപ്പം തന്നെ ഡിസൈൻ സ്ഥാപനമായിട്ടുള്ള ഏരീസ് മറൈനുമായിട്ടാണ് ഇപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത്. മാത്രമല്ല 7500 ഡെഡ് വെയ്റ്റ് ടണേജ് ശേഷിയുള്ള 4 പുതിയ മൾട്ടി പർപ്പസ് കപ്പലുകളുടെ നിർമ്മാണത്തിനായിട്ട് മറ്റൊരു ജർമ്മൻ കമ്പനിയുമായിട്ടും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ജൂൺ 4 നോർവേയിലേക്കുള്ള ഔദ്യോഗിക പ്രതിനിധി സംഘത്തിന്റെ സന്ദർശന വേളയിലാണ് ഈ കരാറുകളിൽ അവർ ഒപ്പുവെച്ചെന്ന് അറിയിച്ചിരിക്കുന്നത്. കമ്പനിയുടെ കൊൽക്കത്ത ഷിപ്പ്യാർഡിൽ ഇതിനകം നിർമ്മാണത്തിലിരിക്കുന്ന സമാനമായിട്ടുള്ള 8 കപ്പലുകൾക്ക് പുറമേ ആയിരിക്കും ഈ കപ്പലുകളുടെ നിർമ്മാണം എന്നും കൂടി അവർ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പോളാർ റിസർച്ച് വെസൽ നിർമ്മാണത്തിനായിട്ട് ഗാർഡൻ റീച്ച് നേരത്തെ തന്നെ നോർവേയിലെ കോങ്സ്ബർഗുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അതും റീസെൻ്റ്ലി ആണ് അവർ സൈൻ ചെയ്തത്. വിപണിയിലും ഓഹരിയിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള റാലി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ 5-നായിരുന്നു പല ഓഹരികളും 52 ആഴ്ചയിൽ താഴ്ന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഗാർഡൻ റീച്ചും 52 ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കൃത്യം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ജൂൺ 5-ന് 52 ആഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് കുതിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു 5 മാസത്തിനിടയിൽ ഗാർഡൻ റീച്ചിൻ്റെ ഓഹരിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു റാലി എന്ന് പറയുന്നത് 102% ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. 3532 രൂപയിലേക്ക് കുതിക്കാൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. 1600 രൂപ റേഞ്ചിലായിരുന്നു ജാനുവരിയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നതിപ്പോൾ 3200 രൂപയുടെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞൊരു മാസത്തെ പ്രകടനം മാത്രം നമ്മൾ വിലയിരുത്തുമ്പോഴും 55% നേട്ടം നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു ഓഹരി ഭാരത് ഡൈനാമിക്സ് തന്നെയാണ്. ഭാരത് ഡൈനാമിക്സിനെ സംബന്ധിച്ചും അവരുടെ മാർച്ച് ക്വാർട്ടറിൽ 854 കോടി രൂപയുടെ വരുമാനം 1777 കോടി രൂപയായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, അതായത് ഇരട്ടി വരുമാനം രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതോടുകൂടിയിട്ട് അവരുടെ 2025 സാമ്പത്തിക വർഷത്തിൽ ഓർഡർ ഇൻഫ്ലോ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 6700 കോടി രൂപയുടെ ഒരു ഓർഡർ ഇൻഫ്ലോ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഓർഡർ ബാക്ക്ലോഗ് നോക്കുമ്പോഴും 22,800 കോടി രൂപയുടെ ഓർഡർ ബാക്ക്ലോഗും കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു 22,800 കോടി രൂപയുടെ ഓർഡർ ബാക്ക്ലോഡും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ഒരു 3-4 വർഷത്തേക്ക് ശക്തമായിട്ടുള്ളൊരു വരുമാനം രേഖപ്പെടുത്താൻ കമ്പനിക്ക് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 4ാം പാദ ഫലങ്ങളൊക്കെ വന്നതിൻ്റെ
പിന്നാലെ നുവാമയിലെ അനലിസ്റ്റുകൾ കമ്പനിക്ക് 2025 സാമ്പത്തിക വർഷം മുതൽ 2027 സാമ്പത്തിക വർഷം വരെ 60% CAGR വളർച്ച വരുമാനത്തിൽ കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും കമ്പനി നേരിട്ടിരുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് റഷ്യ ഒപ്പം തന്നെ ഇസ്രായേൽ പോലുള്ള മേഖലകളിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ കാരണം സപ്ലൈ ചെയിനിൽ ഒരു വെല്ലുവിളിയൊക്കെ തന്നെ കമ്പനി നേരിട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു കൺസേൺസ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ്. ഇനി നമ്മൾ വിപണിയിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ നവംബറിലാണ് 890 രൂപ എന്ന റേഞ്ചിലേക്ക് ഒരു വർഷത്തെ താഴ്ന്ന നിലയിലേക്ക് ഓഹരി ഇടിഞ്ഞത്. പക്ഷേ മെയ് ആയപ്പോഴേക്കും ഇത് 2096 രൂപ വരെ കുതിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നുവാമ കണക്കാക്കുന്നത് 2250 രൂപ വരെ ഓഹരി എത്തിയേക്കാമെന്ന് തന്നെയാണ്. മെയ് 30-നായിരുന്നു ഈ ഒരു ഓഹരിയിൽ നല്ലൊരു മുന്നേറ്റം പ്രകടമാക്കിയിരിക്കുന്നത്. ഈ വർഷം ആരംഭിച്ചതിന് ശേഷം ഓഹരിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ 70% ഒരു മുന്നേറ്റമാണ് അല്ലെങ്കിൽ നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത്. അടുത്തൊരു ഓഹരി സോളാർ ഇൻഡസ്ട്രീസ് തന്നെയാണ്. സോളാർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ബൾക്ക് കാട്രിഡ്ജ് എക്സ്പ്ലോസീവ്സ്, ഡിറ്റനേറ്റിംഗ് കോഡ് എന്നിവയുടെ നിർമ്മാതാക്കളാണ് ഈ സോളാർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. എക്സ്പ്ലോസീവ് മേഖലയിൽ ഏകദേശം 24% വിപണി വിഹിതമാണ് കമ്പനിക്കുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ കാട്രിഡ്ജ് പ്ലാന്റ് ആണ് കമ്പനിയെ സംബന്ധിച്ച് ഉള്ളത്. നൈജീരിയ, സാംബിയ, ദക്ഷിണാഫ്രിക്ക, തുർക്കി, ടാൻസാനിയ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ഘാന എന്നിവിടങ്ങളിലെല്ലാം തന്നെ കമ്പനിയുടെ പ്ലാന്റുകളുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ സൗദി അറേബ്യ, ഖസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിലും പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ സോളാർ ഇൻഡസ്ട്രീസ് ശക്തമായിട്ടൊരു വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിരോധ വിഭാഗത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് എന്നാണ് മറ്റൊരു പ്രത്യേകത. ഈ കമ്പനിയുടെ മൊത്ത വരുമാനം നോക്കുമ്പോൾ 24% വർധനവാണ് കഴിഞ്ഞൊരു FY25 കമ്പനി രേഖപ്പെടുത്തിയത്. 75.4 ബില്യൺ രൂപയാണ് കമ്പനിയുടെ വരുമാന ഇനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കയറ്റുമതി എക്സ്പോർട്സ് നോക്കുമ്പോൾ 18% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി അവരുടെ ടോട്ടൽ റവന്യൂയുടെ 18% കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിഫൻസ് സെഗ്മെന്റിൽ നിന്നുമാണെന്നാണ് മറ്റൊരു പ്രത്യേകത. ഡിഫൻസ് മേഖലയിൽ കഴിഞ്ഞൊരു വർഷത്തെ വരുമാനത്തിൽ 162% ഒരു വർധനവ് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം 170 ബില്യൺ രൂപയുടെ ഒരു ഓർഡർ ബുക്കാണ് കമ്പനിക്കിപ്പോൾ ഉള്ളത്. ഇതിൽ 152 ബില്യൺ രൂപയുടെ ഓർഡറുകളും ഡിഫൻസ് മേഖലയിൽ നിന്നുമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് അടുത്തൊരു 2 സാമ്പത്തിക വർഷത്തേക്ക് സ്ഥിരമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ശക്തമായിട്ടുള്ളൊരു വരുമാനം ഉറപ്പുവരുത്തുന്നതിനുള്ള ശേഷി കമ്പനിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി നമ്മൾ ഓഹരി വിപണിയിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ വർഷം ജൂൺ 5 തന്നെയാണ് ഓഹരിയും 52 ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് എത്തിയത്. 8457 രൂപ വരെയായിരുന്നു ഓഹരി ഇടിഞ്ഞത്. പക്ഷേ അവിടെ നിന്നും 17,129 രൂപയിലേക്ക് ഓഹരി ഉയരുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു ഓഹരി 17,129 രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. മെയ് മാസത്തിൽ 23% നേട്ടം നൽകിയിട്ടുള്ള ഓഹരി ഈ വർഷം ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ 69% റിട്ടേൺ നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്. പരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ആണ് മറ്റൊരു ഓഹരി. 4-ാം പാദത്തിൽ കമ്പനിയുടെ ലാഭത്തിൽ 97% ഒരു വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു മാർച്ച് ക്വാർട്ടർ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് കൂടിയും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം ആരംഭിച്ചതിന് ശേഷം നല്ലൊരു മുന്നേറ്റം ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 1590 രൂപ വരെ കുതിച്ച ഓഹരി പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടിരുന്നു. പിന്നീട് 800 രൂപ വരെ ഇടിയുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ മാർച്ച് മുതൽ മെയ് വരെയുള്ള ഇതിൻ്റെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ 140% ഒരു റാലിയാണ് നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിച്ചത്. അതായത് ശക്തമായിട്ടുള്ളൊരു ട്രെൻഡ് റിവേഴ്സൽ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഇതോടുകൂടിയിട്ട് ഈ ഒരു കഴിഞ്ഞ 3 മാസത്തെ ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള പ്രകടനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വർഷത്തെ അതിൻ്റെ ഒരു മൊത്തം റിട്ടേൺ നോക്കുമ്പോൾ 64% ഒരു റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. മെയ് 19-നാണ് ഓഹരി സർവകാല ഉയരമായിട്ടുള്ള 1945 രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. ഓഹരിയുടെ ഒരു വർഷത്തെ താഴ്ന്ന നിലവാരം എന്ന് പറയുന്നത് 775 രൂപയായിരുന്നു. ഇവിടെ നിന്നാണ് 1945 രൂപയിലേക്ക് ഓഹരി കുതിച്ചിരിക്കുന്നത്. മെസഗോൺ ഡോക്ക് തന്നെയാണ് മറ്റൊരു സ്റ്റോക്ക്. മെസഗോൺ ഡോക്ക് നമുക്കറിയാം കുറേയധികം മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഓഹരി തന്നെയാണ്. പക്ഷെ കമ്പനിയുടെ ഒരു 4-ാം പാദ ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ ലാഭത്തിലൊരു ഇടിവ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
51% ഒരു നഷ്ടമാണ് കമ്പനിയുടെ ലാഭത്തിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു ഓർഡർ ബുക്ക് കമ്പനിയെ സംബന്ധിച്ചും ഉണ്ട്. ഏകദേശം 22,500 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിക്ക് ഉള്ളത്. വിപണിയിൽ കഴിഞ്ഞൊരു വർഷത്തിനിടെ 145% നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം ആരംഭിച്ചതിന് ശേഷം ഇതുവരെയുള്ള ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ 54% ഒരു മുന്നേറ്റമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂണിൽ 1,200 രൂപ വരെ ഇടിഞ്ഞിട്ടുള്ള ഓഹരി മെയ് 29-നാണ് 3,775 രൂപ വരെ എത്തിയത്. ജൂൺ 4-നാണ് കമ്പനിയുടെ വിപണി മൂലധനം 1.43 ലക്ഷം കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നത്. ആ ഒരു അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 നിഫ്റ്റി 50 കമ്പനികളെക്കാൾ ഉയർന്ന വിപണി മൂലധനം രേഖപ്പെടുത്താൻ അന്നത്തെ ആ ഒരു ഇൻട്രാഡേയിൽ കമ്പനിക്ക് സാധിച്ചിരുന്നു. കഴിഞ്ഞൊരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു വിപണി മൂലധനം എന്ന് പറയുന്നത് 1.37 ലക്ഷം കോടി രൂപയാണ്. ഇനി മറ്റൊരു ഓഹരി ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് ആണ്. കമ്പനിയെ സംബന്ധിച്ചും 4-ാം പാദത്തിൽ എക്കാലത്തെയും ഉയർന്നൊരു നെറ്റ് സെയിൽസ് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിരുന്നു. കമ്പനിയുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റലും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് രേഖപ്പെടുത്തിയത്. 17.41% ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇനി കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ 20% ഹോൾഡിങ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കൈവശമാണ് ഉള്ളത് എന്ന് തന്നെയാണ്. ഈ വർഷം മാർച്ച് 3-നാണ് കമ്പനി 584 രൂപയിലേക്ക് ഇടിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതായത് ഒരു വർഷത്തെ താഴ്ന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവിടെ നിന്ന് ശക്തമായിട്ടുള്ള റിക്കവറി നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. 1,195 രൂപ വരെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതോടെ ഈ വർഷം ഓഹരിയുടെ നേട്ടം 48% ഏപ്രിലിന് ശേഷം മാത്രം 69% മുന്നേറ്റമാണ് ഓഹരി രേഖപ്പെടുത്തിയത്. അതായത് 2 മാസം പിന്നെ ഈ ഒരു വീക്കിലെയും പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 69% മുന്നേറ്റം ഓഹരിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് ഈ വളരെ ഷോർട്ട് പീരീഡിൽ തന്നെ ഓഹരിക്ക് സാധിച്ചിട്ടുമുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പല ഡിഫൻസ് ഓഹരിയിലും ശക്തമായിട്ടുള്ളൊരു റാലി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പല ഓഹരികളും അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഓവർ വാല്യൂഡ് ആണ് എന്ന് തന്നെയാണ് മറ്റൊരു വസ്തുത. മികച്ച നേട്ടം നൽകിയിട്ടുള്ള ഡിഫൻസ് ഓഹരികളുടെ ഒരു സ്റ്റോക്ക് വിപണിയിലുള്ള ഒരു പെർഫോമൻസ് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഓഹരികൾ ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ ഒരു പീക്കിൽ തുടരുന്നതിനാൽ കറക്ഷനുള്ള സാധ്യതയും നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. അതിനാൽ തന്നെ ഇത്തരം ഓഹരികളിലൊക്കെ നമ്മൾ പുതിയതായിട്ട് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധരുടെ നിർദ്ദേശം തേടേണ്ടതാണ്.